الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഇന്ന് വായിക്കാൻ ആരംഭിക്കുന്ന കിതാബ് അൽ-ഇമാം അബൂബക്കർ മുഹമ്മദ് ബിൻ അൽ-ഹുസൈൻ അൽ-ആജൂരി റഹിമഹുല്ലാ രചിച്ച കിതാബു ഫദ്ലി ഖിയാമിൽ ലൈലി വ തഹജ്ജുദ്, രാത്രി നിസ്കാരത്തിൻ്റെയും തഹജ്ജുദിൻ്റെയും ഫദ്ല്, ശ്രേഷ്ഠത, അതിനെക്കുറിച്ചിട്ടുള്ള കിതാബാണ്. കിതാബിൽ അജൂരി റഹിമഹുല്ലാ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകളും പിന്നെ ഹദീസുകളും അതുപോലെ തന്നെ സലഫുകളിൽ നിന്നുള്ള അസറുകളും ക്രോഡീകരിച്ചിട്ടുണ്ട്. അതുപോലെ രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട വേറെ ചില മസ്അലകളും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തമായ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകരിക്കുന്ന ഒരു കിതാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ഇമാം അൽ-ആജൂരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജനനം ഹിജ്റ 264 ബഗ്ദാദിൽ വെച്ചാണ്. അദ്ദേഹം മുഹദ്ദിസായിരുന്നു. അതുപോലെ തന്നെ ധാരാളം ഉലമാക്കളിൽ നിന്ന് പഠിക്കുകയും ധാരാളം ശിഷ്യന്മാരുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വളരെ അറിയപ്പെട്ട കിതാബുകൾ, കിതാബ് ശരീഅ പോലെയുള്ള വളരെ മഹത്തായ കിതാബുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 360, 96 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. 360 മക്കയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇബാദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്തായ ഒരു ആസ്വാദനവും വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ശരീരത്തിന്റെ ആസ്വാദനങ്ങളും അതുപോലെ ആഗ്രഹങ്ങളും ഇച്ഛകളും അതെല്ലാം പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ദുനിയാവിലുണ്ട്. അതിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അല്ലാഹു തആല അതിന്റെ പരിധി നിർണയിച്ചുകൊണ്ട് അനുവദനീയമാക്കിയിട്ടുണ്ട്. അവന് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ദുനിയാവിന്റെ ആളുകൾ ശരീരത്തിന്റെ ആസ്വാദനത്തിൽ മുഴുകുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന, നാളെ പരലോകത്തെ പ്രതീക്ഷിക്കുന്ന, നാളെ സ്വർഗത്തിൽ അവനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ ഒരു ലദ്ദത്ത് അഥവാ ഖൽബിന് അനുഭവിക്കുന്ന ഇബാദത്തിന്റെ മാധുര്യം വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ ഇഹ്സാനോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ഓരോ അടിമയും അത് ആസ്വദിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് നേടാൻ സാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മേലെ ഫർളായ ഇബാദത്തുകളാണ്. നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള ഇബാദത്തുകൾ. ആ ഇബാദത്തുകൾ ചെയ്താൽ മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള ഐച്ഛികമായ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയും അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യുക. അപ്പോൾ നിർബന്ധമായ ഇബാദത്തുകൾ വളരെ ശ്രേഷ്ഠമാണ്, പ്രാധാന്യമുള്ളതാണ്. ഇനി നിർബന്ധമായ ഇബാദത്തുകളിൽ ഏറ്റവും ഒന്നാമതായി എണ്ണാറുള്ള പ്രാധാന്യമുള്ള ഇബാദത്ത് ഏതാണ്? 5 വഖ്ത് നിസ്കാരമാണ്. കാരണം ഒരടിമയും തന്റെ റബ്ബും തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തുന്ന, അള്ളാഹുവിനോടുള്ള മുനാജാത്തായിട്ടുള്ള, അള്ളാഹുവിനോടുള്ള കരാർ ഓരോ ദിവസവും പുതുക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് നിസ്കാരം എന്നത്. അത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക എന്ന നിലക്ക് തന്നെ നിർവഹിക്കേണ്ട, ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ട ഇബാദത്താണ്. ഇനി നിസ്കാരത്തിൽ, നിർബന്ധമായ നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഏറ്റവും അഫ്വലായിട്ടുള്ളത്
രാത്രിയിലുള്ള നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ആദ്യകാലത്ത് അഥവാ വഹി ഇറങ്ങുന്ന ആദ്യ സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നിസ്കാരം നിർബന്ധമായി നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്ന് തുടങ്ങുന്ന സൂറത്ത് മുസമ്മിലിലെ ആയത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. കാരണം അതിനുശേഷം വരുന്ന വഹീന്റെ കാലഘട്ടവും അതിനുശേഷമുള്ള പ്രബോധനത്തിന്റെ കാലഘട്ടവും അതിനുശേഷം നേരിടേണ്ടി വരുന്ന പല കാര്യങ്ങൾക്കും ആ കാര്യങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ, ഈമാനോടുകൂടി ഉറച്ചു നിൽക്കാനും ഏതൊരു കാര്യത്തെയും നേരിടാനും ഏറ്റവും ഉപകരിക്കുന്ന അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഫർളായ നിസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായി രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ രാത്രി നിസ്കാരം ഒരു മുഅ്മിനിനെ അവന്റെ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കുന്ന സ്വാലിഹീങ്ങളുടെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഉന്നതമായ മർത്തബയായ ഇഹ്സാൻ മുഹ്സിനീങ്ങളുടെ ലക്ഷണമായി അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ അറിയിച്ച കാര്യമാണ് രാത്രി നിസ്കരിക്കുക. ഇവിടെ കിതാബിന്റെ പേരിൽ ഖിയാമുൽ ലൈൽ വ തഹജ്ജുദ് രണ്ട് പേരുകൾ കാണാം. ഒരർത്ഥത്തിൽ രണ്ടും ഒരേ ആശയമാണ്. രാത്രിയിലുള്ള നിസ്കാരം അഥവാ ഇശാഇന് ശേഷം, ഇശാഇന്റെ സുന്നത്തിന് ശേഷം ഫജ്റിന്റെ ബാങ്കിന് ഇടയിലുള്ള ആ സമയത്ത് ഏത് സമയത്ത് നിസ്കരിച്ചാലും ഖിയാമുൽ ലൈൽ എന്നുള്ളത് പരിഗണിക്കും. തഹജ്ജുദിനെ പ്രത്യേകമായിട്ട് അർത്ഥം പറയുമ്പോൾ, തഹജ്ജുദിനും ഇതേ അർത്ഥം വരുന്നുണ്ട്, പക്ഷെ പ്രത്യേകമായിട്ടുള്ള അർത്ഥം പറയുമ്പോൾ ഒന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനാണ് തഹജ്ജുദ് എന്നുള്ള അർത്ഥം പ്രത്യേകമായിട്ട്. രണ്ടും ഒരേ ആശയത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ്, പക്ഷെ പ്രത്യേകമായി അർത്ഥം പറയുമ്പോൾ. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ എന്ന നിലക്ക്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവർ എന്ന നിലക്ക്, അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ആഗ്രഹിക്കുന്നവർ എന്ന നിലക്ക്, അള്ളാഹുവിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നു, ആ കൂട്ടത്തിലാകണമെങ്കിൽ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐച്ഛികമായി നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു ഇബാദത്താണ് രാത്രി നിസ്കാരം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഇശ് മാ ശിഅത ഫഇന്നക മയ്യിതുൻ. നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷേ നീ ഉദ്ദേശിക്കുന്ന പോലെ ജീവിച്ചോ, ഒരു ദിവസം നീ മരിക്കും, അഥവാ നിനക്ക് ഒരു അവസാനമുണ്ട്. വഹ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു. നീ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ, പക്ഷേ അവരെ എല്ലാം നീ വേർപിരിയേണ്ടി വരും. വഅമൽ മാ ശിഅത ഫഇന്നക മജ്സിയും ബിഹി. നീ എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചോ, നീ പ്രവർത്തിച്ചതിന് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. വഅലം, നീ മനസ്സിലാക്കുക, അന്ന ശറഫൽ മുഅ്മിൻ വഅലം അൻ ശറഫൽ മുഅ്മിൻ ഖിയാമുഹു ബില്ലൈൽ. നീ മനസ്സിലാക്കുക, ഒരു മുഅ്മിനിന്റെ ഷറഫ് എന്ന് പറഞ്ഞാൽ, അവന്റെ ശ്രേഷ്ഠത, അവന്റെ ഉന്നതമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഖിയാമുഹു ബില്ലൈൽ, രാത്രിയിലുള്ള അവന്റെ നിസ്കാരമാണ്. വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്. അവന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ആവശ്യക്കാരനല്ലാതെ ജനങ്ങളിൽ നിന്ന് ഇസ്തിഗ്നാ ഉണ്ടാവുക എന്നതാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രാത്രിയിൽ നിന്ന് ഒരല്പമെങ്കിലും നിസ്കരിക്കാൻ, ഒരു 2 റക്അത്ത് ചുരുങ്ങിയതെങ്കിലും നമുക്ക് ലഭിക്കുന്നില്ല, അത് നമ്മുടെ മേലെ തടയപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്നതിൽ എന്തോ ഒരു വീഴ്ച നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. സൽഫുകളിൽ കാണാൻ സാധിക്കും, അവരുടെ രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടത് അവരുടെ പാപങ്ങൾ കാരണത്താലാണ് എന്ന് ദൃഢമായി വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അവർ വളരെ ഗൗരവത്തിൽ മുറുകെ പിടിച്ചിരുന്ന കാര്യവുമാണ് രാത്രി നിസ്കാരം. ഇൻഷാ അല്ലാഹ് ഈ കിതാബിലെ ഓരോ ഭാഗങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. കിതാബ് ആരംഭിക്കുന്നത് ഖാല ഹദ്ദസനാ അബൂ ദാവൂദ് ഖാല. ഈ കിതാബിന്റെ ഒരു പ്രത്യേകത, ഇതിൽ കൊടുത്തിട്ടുള്ള ഹദീസുകളാവട്ടെ അസ്റുകളെല്ലാം സനദോട് കൂടിയിട്ടാണ് ആജുരി റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ വായിക്കുകയാണ്. قال حدثنا أبو داود قال حدثنا الحافظ أبو عمرو المقري قال حدثنا أبو القاسم سلمة بن سعيد بن سلمة الاستجي وحدثنا أيضا أبو عمرو قال حدثنا عبد الله قال حدثنا أبو بكر محمد بن الحسين بن عبد الله الآجري قال المحمود الله تعالى في كل حال
والمصطفى محمد صلى الله عليه وسلم وعلى آله أجمعين وبالله السعين. ഏതൊരു സംസാരവും പോലെ അദ്ദേഹം ആരംഭിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ടാണ്. എപ്പോഴും സ്തുതിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്തും പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയാണ് കിതാബു ഖിയാമുൽ ലൈൽ എന്ന കിതാബ്. അദ്ദേഹം പറയുന്നു, ഇഅ്ലമു റഹിമനല്ലാഹു വഇയ്യാകും, നിങ്ങൾ മനസ്സിലാക്കുക അല്ലാഹു നമുക്കും നിങ്ങൾക്കും റഹ്മത്ത് ചൊരിയട്ടെ. നമുക്കറിയാം, ഒരു കാര്യം ഇഅ്ലം എന്ന് കണ്ടാൽ ഖുർആനിലോ ഹദീസിലോ കണ്ടു കഴിഞ്ഞാൽ, കിതാബുകളിലോ കണ്ടാൽ, അത് നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട, ഗൗരവത്തിൽ അറിയേണ്ട കാര്യത്തിനാണ് പറയുക. ഖുർആനിൽ നമുക്ക് കാണാം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിനെ കുറിച്ച് അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അതുപോലെ റഹിമനല്ലാഹു വഇയ്യാകും, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചൊരിയട്ടെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു തരികയും വരാൻ പോകുന്ന കാലത്ത് അതിൽ നിന്ന് സംരക്ഷണം, ഇനി പാപങ്ങളിൽ നിന്ന് സംരക്ഷണവും എല്ലാം നൽകട്ടെ എന്നത്. أن الله عز وجل أثنى على المتهجدين في الليل فأحسن عليهم الثناء. الله سبحانه وتعالى തഹജ്ജുദ്, രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകളെ പ്രത്യേകം പുകഴ്ത്തി പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ അവരെ പ്രശംസിച്ചു പറഞ്ഞിട്ടുമുണ്ട്. വവഅദഹും അഹ്സന മാ യകൂനു മിനൽ മൗഇദിൽ ജമീൽ, അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. നാളെ പരലോകത്താവട്ടെ രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്ക് അതുപോലെയുള്ള ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വറഖബ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിയാമിൽ ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് അതിയായ താല്പര്യവും കാണിച്ചിരുന്നു. നമ്മൾ കേട്ട് പരിചയിച്ചതാണ്. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അടുക്കൽ എഴുന്നേൽക്കുമായിരുന്നു, ഞാൻ എന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ രാത്രി നിസ്കാരത്തിന്റെ നൃത്തത്തിന്റെയും അതുപോലെ ദൈർഘ്യം മൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രീതിയിൽ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാറുണ്ടായിരുന്നു, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടേ എന്നത്. വഹസ്സ ഉമ്മതഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളും മരുമകന്റെയും അടുത്തേക്ക്, അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബിയുടെ അടുക്കലേക്കും രാത്രിയിൽ ചെന്നുകൊണ്ട് അവർ ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്നില്ലേ? അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റിയിട്ട് റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിച്ചെങ്കിൽ എന്ത് നല്ല വ്യക്തിയാകുമായിരുന്നു എന്ന നിലക്കെല്ലാം ധാരാളം പല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചതായി കാണാൻ സാധിക്കും. വഹകദ അൽ ഉലമാ റഗ്ബു ഫീഹി, അതുപോലെ തന്നെ ഉലമാക്കൾ, പണ്ഡിതന്മാർ, മുൻഗാമികൾ അവരും രാത്രി നിസ്കാരത്തിനോട് അതിയായ താല്പര്യം കാണിച്ചിട്ടുണ്ട്. വഹസ്സു അലാ ഖിയാമിഹി, അത് നിലനിർത്തി കൊണ്ടുപോകാൻ അതിയായ പ്രവർത്തനവും പരിശ്രമവും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. വനബുല ഇൻദ ജമീഇൽ മുസ്ലിമീൻ മൻ കാന ലഹു ഹബ്ബുൻ ഫീ ഖിയാം, രാത്രി നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രത്യേകമായ ഒരു സ്ഥാനവും പദവിയും തന്നെ ഉണ്ടായിട്ടുണ്ട്. അഥവാ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അല്ലാഹു തആല ഇട്ടുകൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം പ്രത്യേകമായിട്ട് ഉയരാറുണ്ട്. فنحن نبين لإخواننا ما فيه من الفضل العظيم والحظ الجزيل. അജൂരി റഹിമഹുല്ലാഹ് പറയാണ്, നാം ഇതാ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി രാത്രി നിസ്കാരത്തിന്റെ മഹത്തായ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ മഹത്തായ നേട്ടങ്ങളും വിശദീകരിക്കുകയാണ്. ليكون الراغب في قيام الليل على بصيرة من أمره, എന്തിനു വേണ്ടിയാണത്? ആ രാത്രി നിസ്കാരത്തിനോട് അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയുണ്ടായി അതിനോട് അതിയായ താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അത് നിർവഹിക്കാനുള്ള ആഗ്രഹവും താല്പര്യവും ഉണ്ടാകാൻ വേണ്ടി. യുതാജിർ മൗലാഹുൽ കരീം ബിഇൽമിൻ വയഹ്സിനുൽ ഖിദ്മത ലിൽ മൗലാ റജാഅൽ ഖുർബതി മിൻഹു. മൗലാ അൽ കരീം, ഏറ്റവും മാന്യനായിട്ടുള്ള, നമ്മുടെ ഉടമസ്ഥനായിട്ടുള്ള, രക്ഷാധികാരിയായിട്ടുള്ള അല്ലാഹുമായിട്ടുള്ള കച്ചവടം നിർവഹിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ യജമാനനായ അല്ലാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഖിദ്മത്ത് ചെയ്യാൻ അഥവാ ഇബാദത്ത് ചെയ്യാൻ, റജാഅൽ ഖുർബത മിൻഹു, അല്ലാഹു സുബ്ഹാനഹു റജാഅൽ ഖുർബത മിൻഹു, അല്ലാഹുവിനോടുള്ള സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഫർളായ അമലുകൾ അത് പറഞ്ഞു, അതിന്റെ പ്രാധാന്യം പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട്
എന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് സലഫുകൾ രാത്രി നിസ്കാരത്തെ കണ്ടിരുന്നത്. അതിൽ സ്ഥിരമായി എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കുന്നതല്ല, അതിലൊരു സ്ഥിരതയോടുകൂടി നിർവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അവർ അള്ളാഹുമായിട്ടുള്ള വലിയ സാമീപ്യം നേടിയതിന്റെ ഒരു ഫലമായിരുന്നു. സലഫുകളെ പറ്റി പറയുന്നത് കാണാം, അവർ രാത്രിയായാൽ സന്തോഷിക്കുമായിരുന്നു. അവർ രാത്രിയായാൽ അങ്ങേയറ്റം സന്തോഷിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ റബ്ബുമായിട്ട് അടുത്തൊറ്റക്കാകാൻ ലഭിക്കുന്ന സമയമാണല്ലോ. പല സലഫുകളും പറയാറുണ്ട്, രാത്രി ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ ഈ ദുനിയാവിൽ ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുമായിരുന്നില്ല. കാരണം അത്രയധികം അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത്, രഹസ്യമായ സംഭാഷണം, അള്ളാഹുവിനോടുള്ള ദുആ, അള്ളാഹുവിന് മുമ്പിലുള്ള സുജൂദ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അള്ളാഹുമായിട്ട് സാമീപ്യം നേടിത്തരുന്നത്. അപ്പൊ അത് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ഈ കച്ചവടം, അള്ളാഹുമായിട്ടുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നല്ല ഇബാദത്ത് ചെയ്യലാണ്. ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനയേറിയ ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അതുപോലെ തിജാറത്ത് എന്നുള്ള പദം അള്ളാഹുമായിട്ടുള്ള ഈ ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ രാത്രി നിസ്കാരം എന്നുള്ളത് അത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. فأما ما وصف الله عز وجل به المتقين من أخلاقهم الشريفة في الدنيا التي أعقبتهم عند الله عز وجل شرف المنازل في دار السلام. അള്ളാഹു സുബ്ഹാനഹു വതആല രാത്രി നിസ്കരിക്കുന്ന ആളുകളെ അത് ആരുടെ വിശേഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവമുള്ള ആളുകളുടെ വിശേഷണമായിട്ടാണ്. എന്താണ് ഇവിടെ അഖ്ലാഖുഹും ശരീഫ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഖ്ലാഖ്, ഒരാളുടെ സ്വഭാവം രണ്ട് രീതിയിലുണ്ടാകും. ഒന്ന് അവനും അള്ളാഹുമായിട്ടുള്ളത്, രണ്ട് അവനും സൃഷ്ടികളുമായിട്ടുള്ളത്. അപ്പോൾ രാത്രി നിസ്കാരം എന്നുള്ളത് അവന്റെയും അവന്റെ റബ്ബിന്റെയും ഇടയിലുള്ള അവന്റെ ഏറ്റവും നല്ല സ്വഭാവമാണ്. അള്ളാഹുമായിട്ടുള്ള സ്വഭാവം നന്നാക്കാതെ, അഥവാ ഇബാദത്തുകൾ നന്നാക്കാതെ ജനങ്ങളുമായിട്ടുള്ള മുആമലത്തുകൾ മാത്രം നന്നായതുകൊണ്ട് അവരെന്താകുന്നില്ല? അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനം ലഭിക്കുന്നത്. അഥവാ അള്ളാഹുവിൽ തൗഹീദ് ഇല്ലാതെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതെ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറി എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവന് സ്ഥാനം ലഭിക്കുന്നില്ല. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ എന്ന മുശ്രിക്കായി മരണപ്പെട്ട, ധാരാളം ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തിരുന്ന, വളരെ നന്മകൾ ചെയ്തിരുന്ന, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ പറ്റി, ആ വ്യക്തിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയാൾക്ക് പരലോകത്ത് എന്തെങ്കിലും കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. കാരണം ഒരിക്കൽ പോലും അവൻ ചെയ്ത ആ നന്മകളെ കൊണ്ട് റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമുദ്ദീൻ, നാളെ പരലോകത്ത് എന്റെ പാപങ്ങൾ റബ്ബെ പൊറുത്തു തരണമേ എന്നവൻ പറഞ്ഞിട്ടില്ല. അവൻ ദുനിയാവിലെ എന്തെല്ലോ കാര്യങ്ങൾ ആഗ്രഹിച്ചു, അതവൻ ലഭിച്ചു. അതുപോലെ തന്നെ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉപ്പയായ ഹാത്തിമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഹാത്തിം വളരെ ആളുകൾക്ക് നന്മ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ ചോദിച്ചപ്പോഴും എന്തില്ല, പിന്നെ നാളെ പരലോകത്തില്ല. കാരണം അവൻ ഉദ്ദേശിച്ചത് എന്താണോ അത് ദുനിയാവിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദുനിയാവിൽ അവൻ ലഭിച്ചിട്ടുണ്ട്. അറബികൾ ആരെങ്കിലും നല്ലൊരു ആദരവ് കാണിച്ചാൽ കർമു ഹാത്തിം, ഹാത്തിമിന്റെ ആദരവ് പോലെ എന്ന് പറയും. അത്രയും നന്മ ചെയ്ത ആളാണ് ആളുകൾക്കിടയിൽ. പക്ഷെ ആളുകൾക്കിടയിൽ പ്രശസ്തി ആഗ്രഹിച്ചു, അദ്ദേഹത്തിന് അത് ലഭിച്ചു, പരലോകത്തൊന്നും ലഭിക്കില്ല. അപ്പൊ അള്ളാഹുമായിട്ടുള്ള സ്വഭാവത്തിൽ ഒരാളുടെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് അവന് രാത്രി നിസ്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ അവന് വളരെയധികം ആവശ്യമായിട്ടുള്ള, ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് അവന്റെ ഉറക്കം എന്നുള്ളത്, അവന്റെ ഉറങ്ങുക എന്നുള്ളത്. നമുക്ക് ഒരാൾക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ, അവരൊക്കെ നമ്മുടെ നാടുകളിൽ കാണാം, അവർ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഗുളിക കഴിക്കുക. കാരണം ഉറങ്ങുമ്പോൾ എന്തില്ല, അവർക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിവായി കിട്ടുകയാണ്. അപ്പൊ രാത്രിയിലെ ഉറക്കം ഒഴിവാക്കി ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുഴുകുന്നുണ്ടെങ്കിൽ, ചിലപ്പോ ഒരു ഉപകാരമില്ലാത്ത കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഉപദ്രവമുള്ള തിന്മകളായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ആധുനിക ലോകത്ത് കാണുന്ന പോലെ ഹയാത്തുല്ല, രാത്രിയിലെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയെ മുഴുവൻ ജീവിപ്പിച്ച് തോന്നിവാസങ്ങളിൽ മുഴുകുന്ന ആളാവട്ടെ, എന്താവട്ടെ, രാത്രിയിൽ ഒരാൾ എന്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുവോ അത് അവന് വളരെ ഇഷ്ടമുള്ള, വളരെ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് മാറി രാത്രിയിൽ ഇബാദത്തിന് വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുക എന്നുള്ളത് അവൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ വലിയൊരു അടയാളവുമാണ്. അതുപോലെ തന്നെ രാത്രി നിസ്കാരത്തെ പറ്റി അജ്രി റഹ്മഹുല്ലാഹ് പറയാണ്, ഈ രാത്രി നിസ്കരിക്കുന്നവർക്ക് പരലോകത്ത് ഉന്നതമായ സ്ഥാനവും സ്വർഗത്തിൽ മഹത്തായ സ്ഥാനവും അള്ളാഹു വിശേഷണമായി, അവരുടെ വിശേഷണമായിട്ടും പറഞ്ഞിട്ടുണ്ട്.
فأثنى عليهم بما تفضل به عليهم ووفقهم له فله الحمد على ذلك. അല്ലാഹു അങ്ങനെ പല രീതിയിൽ അവരെ പ്രശംസിച്ചു, അവർക്കിത് ചെയ്യാനുള്ള തൗഫീഖും നൽകി. അല്ലാഹുവിന് അതിന് സ്തുതി. എന്നിട്ട് പറയാണ് ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു ദാരിയാത്തിലെ 15 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. മുത്തഖീങ്ങൾ, അള്ളാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിച്ചവർ, കൽപ്പനകളെ അനുസരിച്ചവർ, വിരോധനങ്ങളെ ഒഴിവാക്കിയവർ, അതാണ് തഖ്വ എന്ന് പറഞ്ഞ ചെറിയ വിശേഷം. അങ്ങനെയുള്ള ആളുകൾ നാളെ ജന്നാത്തിൻ തോട്ടങ്ങളിലായിരിക്കും, വഉയൂൻ അതുപോലെ അരുവികളിലായിരിക്കും. അഥവാ സ്വർഗത്തിന്റെ വിശേഷണമായി പറഞ്ഞിട്ടുള്ളതാണ്. ആഖിദീന മാ ആതാഹും റബ്ബുഹും, തന്റെ റബ്ബ് അവർക്ക് നൽകുന്നത് സ്വീകരിക്കുന്നവരായിട്ട്. അഥവാ സ്വർഗത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അവിടെയുണ്ട്, ധാരാളം, അതെല്ലാം നേടിയ ആളുകളായിട്ട്. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, അവർ ഇതിനു മുമ്പ് ദുനിയാവിൽ ഇഹ്സാൻ ചെയ്യുന്ന ആളുകളായിരുന്നു. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. നീ അള്ളാഹുവിനെ ദുനിയാവിൽ കാണില്ല, പക്ഷെ അള്ളാഹു നിന്നെ എപ്പോഴും കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നീ അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പൊ മുഹ്സിനീങ്ങളായിരുന്നു അവർ ദുനിയാവിൽ. ഒരാൾക്ക് ദീനിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഉന്നതമായ മർത്തബയാണ് ഇഹ്സാൻ. ദീൻ എന്ന് പറഞ്ഞാൽ 3 മർത്തബകളിലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ഇസ്ലാം, ബാഹ്യമായ അമലുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതുപോലെയുള്ള കാര്യങ്ങൾ, ഷഹാദത്ത് കഴിഞ്ഞിട്ട്. അതിനു മുകളിലുള്ള ദർജ ഈമാൻ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ ഉറക്കുമ്പോൾ. അതിന്റെ മുകളിലുള്ളത് ഇഹ്സാൻ, ഈ കർമ്മങ്ങളും ഈമാനും അത് യഥാർത്ഥ രൂപത്തിൽ കൊണ്ടു നടക്കുമ്പോൾ അവൻ എത്തിച്ചേരുന്ന ഉന്നതമായ ദർജ. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. ഈ മുത്തഖീങ്ങളുടെയും മുഹ്സിനീങ്ങളുടെയും വിശേഷണമായിട്ട് പറയാണ്, അവർ രാത്രികളിൽ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അങ്ങനെ അവർ പ്രഭാതമാകുമ്പോൾ അഥവാ ഫജ്റിനോട് അടുത്ത സമയമാകുമ്പോൾ, സുഹൂർ ആകുമ്പോൾ അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന ആളുകളായി മാറുകയും ചെയ്യും. ഇസ്തിഗ്ഫാർ ധാരാളമായി ചെയ്യും. അപ്പൊ രാത്രി നിസ്കരിക്കുക എന്നുള്ളത് തഖ്വയുടെ അടയാളമാണ്, ഇഹ്സാനിന്റെ അടയാളമാണ്. അപ്പൊ രാത്രിയിൽ കുറച്ച് ഉറങ്ങി ബാക്കിയുള്ള സമയം അവരുടെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന, റബ്ബിന്റെ ദിക്റിൽ മുഴുകുന്ന, റബ്ബിനോട് ദുആ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും അവർ. എന്നിട്ട് പ്രഭാതമാകുമ്പോൾ, ഫജ്റിനോട് അടുത്ത സമയമാകുമ്പോൾ അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകും. എന്തുകൊണ്ടാണ്? അവർ ഈ രാത്രിയിൽ നിസ്കരിച്ചിട്ടും അവർക്ക് എന്തെങ്കിലും കുറവുകൾ പറ്റിയിട്ടുണ്ടോ? ഇബാദത്തുകളിലെ കുറവുകളാകാം, അതുപോലുള്ള കാര്യങ്ങളാവാം. ആ ഭയം കൊണ്ട് ഇമാം അജ്ർ റഹിമഹുല്ലാഹ് പറയാണ്, ഫവസഫഹും ജല്ല ദിക്റുഹു ബിഖില്ലത്തി നൗമി അന്നഹും അക്സറ ലൈലഹും ഖിയാമൻ ഇല സഹർ. അവരെ വിശേഷിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ രാത്രിയിൽ കുറച്ചേ ഉറങ്ങാറുള്ളൂ, ബാക്കിയുള്ള സമയം നിന്ന് നിസ്കാരത്തിലായിരിക്കും. സഹർ വരെ, ഫജ്റിനോട് മുമ്പുള്ള അടുത്തിട്ടുള്ള സമയത്തിനാണ് സഹർ എന്ന് പറയുന്നത്. ثم اخذوا عند السحر في الاستغفار. പിന്നെ ആ രാത്രിയുടെ അവസാനത്തിന്റെ ആ സമയത്ത് അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകും. لما سلف منهم مما لا يرضيه واشفاقا منهم على اعمالهم الصالحه الا ترضيه. അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കർമ്മങ്ങൾ ചെയ്തു പോയതിനെ കുറിച്ചുള്ള ഭയവും, ചെയ്ത കർമ്മങ്ങൾ അതിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള ഭയം കാരണത്താൽ അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകുന്ന ആളുകളായിരിക്കും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളുടെ ലക്ഷണമായിട്ട്, തഖ്വയുള്ളവരുടെ മുഹ്സിനീങ്ങളുടെ അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ രാത്രി നിസ്കരിക്കുന്നവരായിരിക്കും. സഹോദരങ്ങളെ, രാത്രി നിസ്കാരത്തിൽ നമുക്ക് നഷ്ടം വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമയം നഷ്ടപ്പെടുകയാണെങ്കിൽ, നമുക്ക് നഷ്ടപ്പെടുന്നത് വളരെ വില പിടിച്ചൊരു കാര്യമാണ്, വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നാം എത്ര സുഖകരമായി ഉറങ്ങിയാലും, എത്ര ആനന്ദത്തോടു കൂടി ഇറങ്ങിയാലും, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെയോ അള്ളാഹുവിന് മുമ്പിൽ സുജൂദിലായി വീണ് അള്ളാഹുവിനെ തസ്ബീഹും അതുപോലെ തന്നെ അള്ളാഹുവിനെ സന, അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിന്റെയോ അത്ര ആസ്വാദനം വേറൊന്നിനും ദുനിയാവിൽ ഒരു വിഭവത്തിനും ലഭിക്കില്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ അതിനോട് അത്രയധികം താല്പര്യം കാണിച്ചത്. അതുപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞത് സഹറിന്റെ സമയത്ത് ഏറ്റവും നല്ല ഇബാദത്ത് ഇസ്തിഗ്ഫാറാണ്. പല ആളുകൾക്കും അതറിയില്ല. പല ആളുകളും സഹറിന്റെ സമയത്ത്
മറ്റുള്ള ദുആകളിൽ മുഴുകും, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിൽ മുഴുകും, അല്ലെങ്കിൽ നിസ്കാരം തന്നെ തുടർന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു അവസ്ഥ കാണാം. യഥാർത്ഥത്തിൽ രാത്രിയുടെ അവസാനത്തിൽ ഫജ്റിന് മുമ്പുള്ള സമയത്ത് ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം ഇസ്തിഗ്ഫാർ നടത്തലാണ്, ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. ധാരാളം അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി അതുപോലെയുള്ള ഇസ്തിഗ്ഫാറിന്റെ ദുആകൾ പറയലാണ് ആ സമയത്ത് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അഫതറാ അൽ കരീം ലാ യുജീബുഹും, നിനക്ക് തോന്നുന്നുണ്ടോ കരീമായിട്ടുള്ള അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്ന മാന്യനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉത്തരം ചെയ്യില്ല എന്ന്? ബൽ യുജീബുഹും വഹുവ അക്രമു മിൻ ദാലിക്, തീർച്ചയായിട്ടും അവൻ ഉത്തരം ചെയ്യും, അവൻ അങ്ങേയറ്റം ഔദാര്യമുള്ളവനാണ്. കാരണം നമുക്കറിയാം ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയുടെ അവസാനത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രിയുടെ അവസാനത്തെ ആ മൂന്നിന്റെ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള നമ്മുടെ റബ്ബായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും, അഥവാ ദുനിയാവിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വരും. യഖൂൽ, എന്നിട്ട് ചോദിക്കും, മൻ യദ്ഊനി ഫഅസ്തജീബു ലഹ്, ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് ഉത്തരം ചെയ്യാം. ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് ഉത്തരം ചെയ്യാം. മൻ യസ്അലുനി ഫഅഉതിയഹ്, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ അവന് നൽകാം. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ അവന് നൽകാം. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിർ ലഹ്, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത്, പാപമോചനം തേടാനുള്ളത്, ഞാൻ അവർക്ക് പാപം പുറത്തു നൽകാം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ആലോചിച്ചു കഴിഞ്ഞാൽ, അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ യഥാർത്ഥ നമുക്ക് എന്ത് സാധിക്കില്ല, ആ സമയത്ത് പിന്നെ ഉറങ്ങാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും അള്ളാഹുവിനോട് ഒരു ഇസ്തിഗ്ഫാർ തേടുന്ന അവസ്ഥ നമ്മൾ മാറും. ഒന്ന് ആലോചിച്ച് നോക്കി, ആരാ ചോദിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് എല്ലാത്തിനെയും അധികാരപ്പെടുത്തിയിട്ടുള്ള റബ്ബാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്നോട് ചോദിക്കുന്നില്ലേ, ഞാൻ നൽകാം, ഉത്തരം ചെയ്യാം, എന്നോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ദുനിയാവിൽ ഒരാൾ ചോദിച്ചാലോ നമ്മൾ വിചാരിക്കാം, ഇപ്പൊ പലർക്കും പല ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ ദുനിയാവില് ഒരു വലിയ സമ്പന്നൻ നമ്മുടെ വീടിന്റെ അടുക്കൽ വന്നിട്ട്, നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വിളിക്കുക, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചോ, ഞാൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സമയത്ത് വരും ഒരാൾ, നമുക്ക് വലിയൊരു പണത്തിന് ആവശ്യമുണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോ ഒരാൾ ഇത് നൽകാൻ ദുനിയാവിൽ അതുള്ള ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ നാളെ രാവിലെ നിന്റെ വീട്ടിലേക്ക് വരും, അപ്പൊ നീ വീട്ടിലുണ്ടാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് അയാളെ കാത്തിക്കും. അയാള് വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്താവും? എനിക്കത് കിട്ടൂല, എനിക്കത് ആവശ്യമുണ്ട്, അതുകൊണ്ട് പിന്നെ നമ്മളവിടെ കാത്തിക്കും. ഇവിടെ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അടിമകളോട് ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ സമയം വളരെ വിലപ്പെട്ടതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ് ആ സമയം. ഒരിക്കൽ ഇമാം അഹ്മദിന്റെ അടുക്കലേക്കും അതുപോലെ മറ്റു പല സലഫികളുടെ അടുക്കലേക്കും ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, ഒരുപാട് കടബാധ്യതയുണ്ട്, എനിക്ക് വീട്ടാൻ പറ്റുന്നില്ല, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, അവർ എന്താ അറിയോ, അലൈക്കും ബില്ലൈൽ, നിനക്ക് രാത്രി നിസ്കരിക്കാം, രാത്രി നിസ്കരിക്കുക. ഒരാൾക്കൊരു ആവശ്യമുണ്ടായിട്ട് അവനത് രാത്രിയിൽ നിസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിക്കാൻ അവൻ അതിനുള്ള ഒരു തയ്യാറാകുന്നില്ല എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ആ ആവശ്യം നേടിയെടുക്കാൻ അവൻ അത്രത്തോളം ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പരിശ്രമിക്കും. കാരണം അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ എന്നോടും ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, രാത്രിയിൽ നിന്ന് നമ്മൾ അല്പമായി തുടങ്ങുക. തീരെ ശീലമില്ലാത്ത ആളുകളാണെങ്കിൽ 2 റക്അത്ത് ആരംഭിച്ച് തുടങ്ങുക, പിന്നെ അത് വർദ്ധിപ്പിക്കുക, അങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. ശീലമുള്ള ആളുകളാണെങ്കിൽ അള്ളാഹുവിനോട് അതിന് സബാത്ത് ചോദിക്കുക, കൂടുതൽ അതിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ثم قال جل ذكره فيما وصف به عباده من الأخلاق التي شرفهم بها فقال, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഇഷ്ടപ്പെട്ട പ്രത്യേക സ്ഥാനമുള്ള നല്ല സ്വഭാവ ഗുണങ്ങളുള്ള നന്നായി ഇബാദത്ത് ചെയ്യുന്ന അടിമകളുടെ വിശേഷണമായിട്ടും രാത്രി നിസ്കാരത്തെ ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൽ ഫുർഖാനിലെ 63-64 ആയത്തുകളിൽ വഇബാദുർ റഹ്മാൻ الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. സൂറത്തുൽ ഫുർഖാനിൽ
ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പേര് നൽകിയ, പ്രത്യേകം വിശേഷണങ്ങൾ അറിയിച്ച കൂട്ടർ, ആ കൂട്ടരുടെ വിശേഷണമായിട്ട് ആദ്യം അല്ലാഹു പറഞ്ഞു, അവർ ഭൂമിയിലൂടെ വളരെ താഴ്മയോടുകൂടി അഹങ്കാരം കാണിക്കാതെ, അഹന്ത കാണിക്കാതെ നടക്കുന്നവരാണ്. ഇനി ഏതെങ്കിലും ജാഹിലീങ്ങൾ അവരോട് എന്തെങ്കിലും വിഷയത്തിൽ തർക്കിക്കാനോ മറ്റോ വന്നാൽ ഏറ്റവും സമാധാനപരമായി സംസാരിക്കുന്നവരാണ്. എന്നിട്ട് പറഞ്ഞു വല്ലദീന യബീതൂൻ. യബീതൂൻ എന്ന് പറഞ്ഞാൽ ബാറ്റ യബീതു എന്ന് പറഞ്ഞാൽ രാത്രി തങ്ങുക എന്നാണ്, രാത്രിയിൽ ജീവിക്കുക. രാത്രി ഉറങ്ങണമെന്നില്ല, രാത്രിയിൽ പ്രവേശിക്കുന്ന. അപ്പൊ വല്ലദീന യബീതൂൻ, അവരുടെ രാത്രി ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, സുജൂദിലായിക്കൊണ്ടും നിന്ന് നിസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രിയിൽ അവർ ചെലവഴിക്കുന്നവരാണ്. അപ്പൊ ഇബാദുർ റഹ്മാൻ എന്നുള്ള പ്രത്യേകമായ അടിമകളിൽ ഉൾക്കൊള്ളാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിശേഷണമായിട്ടുള്ള വിശേഷണമാണ് രാത്രിയിൽ അവർ നിന്ന് നിസ്കരിക്കുന്നവരും സുജൂദിലായിക്കൊണ്ടുമുള്ള ആളുകളായിരിക്കും. ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള ഒരു മസലയാണ്, രാത്രി നിസ്കാരത്തിൽ സുജൂദാണോ വർദ്ധിപ്പിക്കേണ്ടത്, നിന്നുള്ള ഖുർആൻ പാരായണമാണോ വർദ്ധിപ്പിക്കേണ്ടത്? അപ്പൊ ചർച്ചകൾ കാണാം, രണ്ടും ഒരേ അളവിലാണ് കൊണ്ടു നടക്കേണ്ടത്. അപ്പോ ആ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ടതിൽ മഹത്തായിട്ടുള്ള കാര്യം അത് രാത്രി നിസ്കാരമാണ്, ഖുർആൻ പാരായണം ചെയ്തും സുജൂദിലായിക്കൊണ്ടും. فوصفهم جل ذكره أنهم في مبيتهم في ليلهم ليس هم كغيرهم من سائر الناس. ഇവിടെ പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞു, അവർ രാത്രിയിൽ മറ്റുള്ള ജനങ്ങളെ പോലെയല്ല. وذلك أن أكثر الخلق يتلذذون بالنوم. കാരണം അധിക ആളുകളും രാത്രിയിൽ ഉറക്കം ആസ്വദിക്കുന്ന ആളുകളായിരിക്കും. വഹഉലാഇ ഇസ്തഅസറു അൽഖിദ്മത ലിമൗലാഹുൽ കരീം. ഇക്കൂട്ടർ ഇബാദുർ റഹ്മാൻ അവരുടെ റബ്ബിനുള്ള ഇബാദത്താണ് ഉറക്കത്തിനേക്കാൾ അവർ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അവർക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് നിർബന്ധമായിട്ടുള്ള ഒരു ഇബാദത്ത് കൂടിയല്ല. അവർക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം, തെറ്റാവില്ല. ഒരാൾ രാത്രി നിസ്കരിച്ചില്ല എന്നുള്ളത് അത് അയാളുടെ മേലുള്ള തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വിത്തറിന്റെ വിഷയത്തിൽ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം, വേണമെന്നുകൊണ്ട് വിത്തർ ഒഴിവാക്കിയാൽ അവനൊരു മോശമായിട്ട് പറഞ്ഞതായി കാണാം. എന്നാലും ഒരു പാപമായിട്ട് എണ്ണാൻ പറ്റില്ല. പക്ഷേ ഈ ആളുകൾ അവരുടെ ഉറക്കം വിട്ട് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് രാത്രി റബ്ബിന് മുമ്പുള്ള നിസ്കാരത്തിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, നമുക്ക് ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനവും ആസ്വാദനവും ഒക്കെ ഉണ്ട്. അതിനേക്കാൾ വലുതാണ് നിസ്കരിക്കുമ്പോൾ കിട്ടുക, അതിനേക്കാൾ വലുതാണ് അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ കിട്ടുക. എന്നിട്ട് പറയാണ് ثم وصفهم جل ذكره في موضع آخر فقال. മറ്റൊരു സന്ദർഭത്തിൽ ഖുർആനിൽ അല്ലാഹു തആല അവരുടെ വിശേഷണം പറഞ്ഞു, تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. تتجافى جنوبهم عن المضاجع. അവരുടെ പാർശ്വങ്ങൾ അവരുടെ കിടക്കയിൽ നിന്ന്, അവരുടെ കിടക്കുന്ന സ്ഥലത്തിൽ നിന്ന്, അതിൽ നിന്ന് മാറിപ്പോരും. അത് നമുക്കറിയാം. രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ പോലും നമ്മൾ നമ്മുടെ കിടക്കയിൽ തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അതിനോട് ചേർന്ന് പറ്റി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. പക്ഷേ രാത്രി നിസ്കരിക്കുന്ന ആളുകളെ പറ്റി പറയാണ്, അവരുടെ ആ കിടക്കയിൽ നിന്ന് അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്തിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ, അവരുടെ ശരീരം അവിടെ നിന്ന് വിട്ടുപോരുകയാണ്. അവരതിനെ ആഗ്രഹിക്കുന്നുണ്ടാകും, ശരീരം അതിനെ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ അതിൽ നിന്ന് വിട്ടുപോരുകയാണ്. യദ്ഊന റബ്ബഹും, എന്നിട്ട് അവരുടെ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അഥവാ ഇബാദത്ത് ചെയ്യുന്നു. ദുആ എന്നുള്ള പദം ഖുർആനിൽ ഇബാദത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, ദുആ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അവർ റബ്ബിനോട് ദുആ ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന ആളുകളാകുന്നു. ഖൗഫൻ വതമഅൻ. ഇബാദത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു സന്ദർഭത്തിലും ഒരു അടിമയുടെ അവസ്ഥ ഈ രണ്ടായിരിക്കും. ഒന്നുകിൽ ഖൗഫൻ, ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ തമഅൻ, അല്ലാഹു എന്നുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷയോടുകൂടി. അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതായത് ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ ഖൽബിനെ അള്ളാഹുലേക്ക് ചലിപ്പിക്കുന്ന ഘടകങ്ങൾ മൂന്നെണ്ണാണ്. ഒരു മനുഷ്യന്റെ ഖൽബിനെ അള്ളാഹുലേക്ക് ചലിപ്പിക്കുന്ന ഘടകങ്ങൾ മൂന്നെണ്ണാണ്. ഒന്ന് ഭയം, രണ്ട് പ്രതീക്ഷ, മൂന്ന് അള്ളാഹുവിനോടുള്ള ഇഷ്ടം. അതായത് ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രധാന ഘടകം, അതിനുള്ള പ്രേരണ പ്രധാനമായി ലഭിക്കുന്നത് ഒന്നുകിൽ നാളെ നരകത്തിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയം, അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ പ്രതീക്ഷ, അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, നൽകാൻ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ, അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. മൂന്നാമത്തേത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിന്റെ
നാമങ്ങളും വിശേഷണങ്ങളും അറിഞ്ഞ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ ഒരാളുടെ ഖൽബ് അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് മുഴുകും. ഈ മൂന്നും ഇബാദത്തിന്റെ അർക്കാനുകളാണ്. ഇതിൽ റജാവും ഖൗഫും ഒരുപോലെ ഉണ്ടാകുമ്പോഴാണ് ഇത് രണ്ടും ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ് ഹുബ്ബ് എന്ന് പറഞ്ഞത്. കാരണം നമ്മളൊരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാവും, അത് കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഒരു കാര്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാവും, കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പൊ റജാവും ഖൗഫും ഒരുമിച്ച് ഉണ്ടാകുമ്പോഴാണ് ഹുബ്ബ് യഥാർത്ഥ രൂപത്തിൽ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഇബാദത്തിന്റെ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തും. അപ്പോ ഭയത്തോടും പ്രതീക്ഷയോടും കൂടി അവർ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുന്നവരാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള റിസ്ഖിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു തആല അവന്റെ അടിമകളെ പ്രത്യേകം പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ രാത്രി നിസ്കാരത്തെ ഒപ്പം പറഞ്ഞത് കാണാം. ഇതിനുശേഷമുള്ള ആയത്തുകളിൽ നാളെ പരലോകത്തുള്ള അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒരു കണ്ണും കാണാത്ത മറച്ചു വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ. മുഫസ്സിരീങ്ങൾ ഈ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ കാണാം, രാത്രിയിൽ ആരും കാണാതെ ആരും അറിയാതെ നിന്ന് നിസ്കരിച്ചതിന്റെ ഫലമായി അവർക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെയധികം ഫ്രീ ആകുന്ന ഒരു സമയമാണ്. ഒരാൾക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ രാത്രിയിൽ ഖുർആൻ പാരായണത്തിന് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ. കാരണം ചിന്തിക്കാനും മനസ്സ് ഫ്രീ ആയി ആലോചിക്കാനും കൂടുതൽ സാധിക്കുന്ന ഒരു സമയം എന്ന നിലയ്ക്ക്. വഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തു സുമറിലെ 9-ാമത്തെ ആയത്തിൽ, അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമാ يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. الله تعالى മറ്റൊരു ആയത്തിൽ പറയുന്നു, അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമാ. ഒരാളെ പറ്റി പറയാണ് ഖാനിത്ത് എന്ന് പറഞ്ഞാൽ ദായിമൻ, ദവാമായിട്ട് സ്ഥിരമായി രാത്രികളിൽ സാജിദൻ വഖായിമ, സുജൂദിലായിക്കൊണ്ടും നിന്ന് നിസ്കരിക്കുന്നവനായിരിക്കണം രാത്രി ചെലവഴിക്കുന്നവൻ. യഹ്ദറുൽ ആഖിറത വയർജൂന റഹ്മത റബ്ബി, പരലോകത്തെ ഭയപ്പെടുന്നുണ്ട്, അവന്റെ റബ്ബിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെ ആവുമോ? അഥവാ അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥ ഇൽമുള്ളവർ? ആ ഇൽമിനനുസരിച്ച് അമല് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഇൽമുള്ളവനായി മാറുന്നത്. ഇൽമില്ലായ്ക മാത്രമല്ല ജഹ്ല്. നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞു, ജഹ്ല് എന്ന് പറഞ്ഞാൽ ഇൽമുണ്ടായിട്ട് അമല് ചെയ്യാത്തവനും ജാഹിലാണ്. അപ്പോൾ ഒരു ഇൽമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അറിവുള്ള, അള്ളാഹുവിനെ ബോധ്യപ്പെട്ടിട്ടുള്ള മനസ്സിലായിട്ടുള്ള ആൾ, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്ത ഒരുപോലെ ആകുമോ? അഥവാ ആ അറിവ് കൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് കർമ്മം ചെയ്യുന്ന ഒരുത്തനും അതല്ലാതെയുള്ളവരും ഒരുപോലെയാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ചിന്തിച്ച് മനസ്സിലാക്കും, ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയാണ്. സഹോദരങ്ങളെ, നമ്മുടെ സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, അവര് രാത്രി നിസ്കാരത്തിൽ സഹാബികൾ, സലഫുകൾ വളരെയധികം ഗൗരവത്തോടു കൂടി പ്രാധാന്യം കൊടുത്ത് കാണാം. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്റക്തു അഖ്വാമൻ യസ്തഹ്യൂന മിനല്ലാഹ് ഫി സവാദിൽ ലൈലി മിൻ തൂലിൽ ഹജഅ, ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കൂട്ടരെ, അവർ രാത്രിയിൽ ദീർഘമായി ഉറങ്ങുന്നത് ലജ്ജിച്ചിരുന്നതിനെ, രാത്രിയിൽ നിസ്കരിക്കാതെ പൂർണ്ണമായി ഉറങ്ങുന്നതിനെ അവർ ലജ്ജിച്ചിരുന്നു. ഇന്നമാ ഹുവ അലാ ജംബൈൻ, അവരുടെ കിടക്കയിൽ അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്ത് പാർശ്വത്തിലായി കിടക്കുകയാണെങ്കിൽ ഫൈദാ തഹറഖ്, ഞാൻ അവർ ഉറക്കത്തിൽ നമ്മൾ എഴുന്നേൽക്കുമല്ലോ, ഉറക്കത്തിൽ നിന്ന് ഒരു ബോധം വരുമല്ലോ, ആ സമയത്ത് അവർ പറയും ഖാല ഹാദാ ലൈസ ഹാദാ ലക്, അവർ പറയും ഇത് നിനക്കുള്ളതല്ല, ഇത് നിനക്കുള്ളതല്ല. ഖൂമി ഖുദി ഹബ്ബകി മിനൽ ആഖിറ, സ്വന്തം നഫ്സിനോട് പറയും നീ എഴുന്നേൽക്ക്, എന്നിട്ട് നാളെ പരലോകത്തേക്കുള്ള നിന്റെ വിഭവം നീ എടുക്കാൻ നോക്കുക എന്ന് ഉറക്കത്തിൽ നിന്ന് ആ എഴുന്നേൽക്കുന്ന സന്ദർഭങ്ങളിൽ അവർ പറയുന്നതാണ്. അപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങുക എന്നുള്ളത് ലജ്ജിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്ന് കാണാം. ഖാല മുഹമ്മദ് ഇബ്നു ഹുസൈൻ ഇമാം അജ്രി റഹിമഹുല്ലാഹ് പറയാണ്, തദബ്ബറു റഹിമകുമുല്ലാഹ്, നിങ്ങൾ ഉറ്റാലോചിക്കുക, അല്ലാഹു നിങ്ങളോട് കാരുണ്യം ചൊരിയട്ടെ. മാ തസ്മഊന മിൻ മൗലാകുമുൽ കരീം
കൈഫ യുഖ്ബിറു ബികസ്റതി സുജൂദിഹിം വതൂലി ഖിയാമിഹിം വഹുസ്നി ഖിദ്മതിഹിം. നിങ്ങൾ ഉറ്റാലോചിക്കും എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സുദീർഘമായി സുജൂദ് ചെയ്ത, രാത്രി നിന്ന് നിസ്കരിച്ച, ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത ആളുകളെ പറ്റി അള്ളാഹു പരാമർശിച്ചത് എന്ന് നിങ്ങൾ ഉറ്റാലോചിക്കുക. ثم أخبر عنهم بعد هذا الكد الشديد أنهم على حذر مما حذرهم من عظيم شأن الآخرة وشدة أهوالها. ഈ ആളുകൾ ഈ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ പോലും അവർ നാളെ പരലോകത്തെക്കുറിച്ച് ഭയപ്പെടുന്ന ആളുകളായിരുന്നു. ചില ആളുകൾക്ക് പെട്ടെന്ന് എന്ത് വരും? ഉജുബ് വരും. രാത്രി നിസ്കരിക്കുന്ന ഒരാളായി കഴിഞ്ഞാൽ അവന് ഉജുബ് വരാൻ തുടങ്ങും. ഞാൻ രാത്രിയൊക്കെ നിസ്കരിക്കുന്ന ആളാണല്ലോ, ആ രീതിയിൽ. എന്നാൽ യഥാർത്ഥ സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകൾ രാത്രി ഇബാദത്തിൽ മുഴുകിയാലും അവർക്ക് ഭയമുണ്ടാകും പരലോകത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ച്. وأن الغالب على قلوبهم شدة الخوف والوجل مع المسارعة فيما يرضيه. അവർ ആ പരലോകത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ഭയവും ബേജാറും അവർക്കുണ്ടാകും. പക്ഷേ അവർ നന്മയിൽ മുന്നേറുന്ന ആളുകളുമായിരിക്കും. وكذلك وصفهم في موضع آخر من كتابه فقال عز وجل. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഈ രീതിയിൽ കാര്യങ്ങളെ പറഞ്ഞത് കാണാം. സൂറത്ത് ആലി ഇംറാനിലെ 113-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുള്ള ആളുകൾ. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. അവർ അല്ലാഹുവിന്റെ ആയത്തുകൾ വിശ്വസിക്കുന്നവരാണ്. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അവരുടെ റബ്ബിൽ പങ്കുചേർക്കുന്നവരല്ല. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അവർ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർ അല്ലാഹുവിനോടുള്ള ബാധ്യതകളൊക്കെ നിർവഹിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഒരു ഭയപ്പാടുണ്ട്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവരവരുടെ റബ്ബിലേക്ക് മടക്കപ്പെടുമല്ലോ, ഞാൻ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഭയം. ഈ ആയത്തൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പാരായണം ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, ഇത് കള്ളുകുടിക്കുന്ന വ്യഭിചരിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണോ, ചെയ്ത തിന്മകൾ ചെയ്തിട്ട് ആ ഭയമുള്ള ആളുകളെ പറ്റിയിട്ടാണോ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ല, അങ്ങനെയുള്ള ആളുകളല്ല. വലാകിന്നഹുമുൽ ലദീന യസൂമൂൻ വയുസല്ലൂൻ വയതസദ്ദഖൂൻ വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും. അവർ നോമ്പ് നോൽക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, സദഖ നൽകുന്നവരാണ്, പക്ഷെ അവർക്ക് പേടിയുണ്ടാവും, ഇത് ഞങ്ങളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ. അപ്പൊ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ തന്നെ അവർക്ക് ഭയമുണ്ടാകും, ഇത് അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കുമോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ബാക്കി പാരായണം ചെയ്തു. അഫ്വൻ സൂറത്തുൽ മുഅ്മിനൂനിലെ 113 എന്നാണ് ഞാൻ പറഞ്ഞത്, 57-61 ആയത്തുകളാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അവരാണ് നന്മയിൽ ധാരാളം ധൃതി കാണിക്കുന്നവർ, അവരാണ് മുന്നിട്ടവർ. ഈ സൂറത്ത് ആലി ഇംറാനിലെ തന്നെ 113-ാമത്തെ ആയത്തിൽ വഖാല അസ്സ വജൽ ലൈസു സവാ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാതില്ലാ ആനാഅൽ ലൈലി വഹും യസ്ജുദൂൻ. ലൈസു സവാ, ഒരിക്കലും സമാകില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ രാത്രി എഴുന്നേറ്റ് നിന്ന് ഖുർആൻ പാരായണം ചെയ്തും സുജൂദിലായിക്കൊണ്ടും ചെയ്യുന്ന ആളുകൾ ബാക്കിയുള്ളവരുടെ പോലെ ഒരുപോലെയാകില്ല. അവർ വ്യത്യസ്തരായിരിക്കും. അവരുടെ ഖൽബ് മറ്റുള്ളവരെക്കാൾ വിശാലതയിലായിരിക്കും. അവരേറ്റവും തുമഅനീനത്തിലായിരിക്കും. അവർ അല്ലാഹുവിനെ പകലിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ അവർക്ക് രാത്രിയിൽ അവർ ആസ്വദിച്ച ആസ്വാദനങ്ങൾ ഓർമ്മ വരും. പലപ്പോഴും പല ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, പകലിലെ നിസ്കാരങ്ങളാണെങ്കിലും നിർബന്ധ നിസ്കാരങ്ങളാണെങ്കിലും ഖുശൂ ലഭിക്കുന്നില്ല, ശ്രദ്ധ ലഭിക്കുന്നില്ല, ശ്രദ്ധ മാറിപ്പോകുന്നു എന്നുള്ള കാര്യങ്ങൾ. എന്ന സഹോദരങ്ങളെ, നിങ്ങൾ ശ്രമിച്ചു നോക്കി, രാത്രിയിൽ സ്ഥിരമായി നിസ്കരിക്കാൻ വേണ്ടി ധാരാളമായി ഒന്ന് ജിഹാദ് ചെയ്തു നോക്കി, പരിശ്രമിച്ചു നോക്കി. പകലിലെ നിർബന്ധ നിസ്കാരങ്ങളിൽ പോലും അതിന്റെ തഅ്സീർ നമുക്ക് അനുഭവപ്പെടും, അതിന്റെ അനന്തരഫലം നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ വേറെ പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ്, ദീനിന്റെ ആദ്യഘട്ടത്തിൽ അഥവാ ഈമാൻ ലഭിച്ച ആദ്യ സമയത്ത് എനിക്ക് നല്ല ഈമാനികമായിട്ടൊരു ശക്തി ഉണ്ടായിരുന്നു, നല്ലൊരു അവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും സാധിക്കുന്നില്ല, അങ്ങനെ തോന്നാറുണ്ട് പല ആളുകൾക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, അന്ന് നമുക്കുണ്ടായിരുന്നതിൽ ഏറ്റവും നമുക്ക് ബലവത്തായി ഉണ്ടായിരുന്ന രാത്രി നിസ്കാരമായിരിക്കും. രാത്രി നിസ്കാരം അന്ന് നമുക്ക് നമ്മോടൊപ്പം ഉണ്ടാവും. ഇന്ന് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം, അത് നിർവഹിച്ച് അനുഭവിച്ച ആളുകൾ അത് നഷ്ടപ്പെടുമ്പോൾ അവർക്കത് മനസ്സിലാകും എത്രത്തോളം വിലപ്പെട്ടതാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം അത്രയും ഖൽബിന് ലഭിക്കുന്ന ഒരു സമാധാനവും ആസ്വാദനവുമാണത്.
فأخبر عز وجل عن تلاوتهم للقرآن في الليلة تارة قياما وتارة لله سجدا. അപ്പോൾ രാത്രി നിസ്കരിക്കുന്ന ആളുകളെ പറ്റി പരാമർശിച്ചിടത്ത് അല്ലാഹു തആല അവർ നിന്ന് നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നവരായിട്ടും അതുപോലെ തന്നെ സുജൂദുകളിലായിട്ട് നിൽക്കുന്ന ആളുകളുമായിട്ട് കാണാം. കാരണം സുജൂദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, ഒന്ന് സുജൂദ് എന്നുള്ള രൂപം അത് രാത്രിയോ പകലിലോ ആവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു സമയമാണ്, ഏറ്റവും അടുപ്പിച്ചിട്ടുള്ള സമയമാണ് സുജൂദ് എന്നുള്ളത്. ഇനി ഏറ്റവും അല്ലാഹു തആലയുടെ അടിമയിലേക്ക് അടുക്കുന്ന സമയം എപ്പോഴാണ്? അത് രാത്രിയിലുമാണ്, രാത്രിയുടെ മധ്യത്തിൽ ആ സമയത്തുമാണ്. അപ്പൊ ആ സമയത്ത് സുജൂദിലായിരിക്കുമ്പോഴോ അടിമ യജമാനനോടും യജമാനൻ അടിമയോടും അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അത്. ഇതൊക്കെ നമുക്ക് ധാരാളം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഇബാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, അതിന്റെ ഉന്നതമായ അവസ്ഥയാണ് ഇബാദത്ത്. അപ്പൊ നമുക്ക് അള്ളാഹുവിനോടാണ് മറ്റെന്തിനേക്കാളും, അത് വ്യക്തികളാവട്ടെ, ഇച്ഛകളാവട്ടെ, ആഗ്രഹങ്ങളാവട്ടെ, താല്പര്യങ്ങളാവട്ടെ, അതിനേക്കാളെല്ലാം അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മുടെ കൽബിൽ നിറയുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണാൻ നമുക്ക് ആഗ്രഹം. അപ്പൊ നമ്മുടെ മക്കള് അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ത്വബഈയായിട്ടുള്ള ഇഷ്ടങ്ങൾ തന്നെ നമ്മുടെ മക്കൾ നമുക്ക് ഇഷ്ടമുണ്ടാവും. മക്കളിൽ നിന്ന് കുറച്ചു കാലം വിട്ടുന്ന മക്കളെ കാണാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഇണകൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇവരോടൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അള്ളാഹുവിനെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായും അവർക്ക് രാത്രിയിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സമയം അവർ നഷ്ടപ്പെടുത്തില്ല, അവരത് ഉപയോഗിക്കും. قال عبد الله بن المبارك فيما وصف به أهل التهجد في الليل فقال عبد الله بن المبارك رحمه الله സലഫുകളിൽ വലിയ ആലിമായിരുന്ന വളരെയധികം ഔദാര്യങ്ങൾ ചെയ്തിരുന്ന വളരെ മഹത്തരമായ സ്ഥാനത്തുള്ള വ്യക്തിയാണ് അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയധികം ഇബാദത്തുകളും അതുപോലെ തന്നെ ജിഹാദിൽ പങ്കെടുക്കാനും ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും അതുപോലെ ആളുകൾക്ക് സമ്പത്ത്, വളരെ സമ്പന്നനായിരുന്നു, ആളുകൾക്ക് സമ്പത്ത് ചെലവഴിക്കുന്ന എല്ലാം വലിയ അദ്ദേഹത്തിനോടൊപ്പം ഹജ്ജിന് പോകാൻ ആളുകൾ അദ്ദേഹത്തിന്റെ ഇമാറത്തിന് വേണ്ടി വരും. അങ്ങനെ അദ്ദേഹം ഹജ്ജിന് കൊണ്ടുപോകുന്ന ആളുകളുടെ മൊത്തം ചെലവ് അദ്ദേഹമാണ് എടുക്കാറ്. അവരോട് പറയില്ല, അവരൊന്നും ആദ്യം പണം വാങ്ങിയിട്ടുണ്ടാവും, ഹജ്ജിനുള്ള ചെലവിനുള്ള പണം ആദ്യം വാങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് മക്കത്ത് എത്തിയിട്ട് അവരാളുകളോട് പറയും, അദ്ദേഹം ആളുകളോട് പറയും, നിങ്ങളെ വീട്ടുകാർക്ക് മക്കത്ത് നിന്ന് എന്താ ആഗ്രഹിക്കണമെന്ന് വെച്ചൊക്കെ വാങ്ങിക്കോളി. മദീനത്ത് എത്തിയാൽ അവിടുന്ന് പറയും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വാങ്ങിക്കോളി. തിരിച്ച് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തി എല്ലാവരും പിരിഞ്ഞു പോയിട്ട് അദ്ദേഹം വീട്ടിൽ വീണ്ടും ഒരു സദസ്സൊരുക്കും, ഒരു ഭക്ഷണത്തിന് സദസ്സൊരുക്കിയിട്ട് എല്ലാവരെയും ക്ഷണിക്കും. എന്നിട്ട് ഓരോരുത്തരുടെയും പണം അദ്ദേഹം തിരിച്ചു കൊടുക്കും. അങ്ങനെ വളരെയധികം ശ്രേഷ്ഠനായിട്ടുള്ള രഹസ്യമായ കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചിരുന്ന ഒരാളായിട്ട് സലഫുകൾ പറയാറുണ്ട്. ഇമാം അഹ്മദ് അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാഹയെ പറ്റി പറയാറുണ്ട്, അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിയത് അദ്ദേഹത്തിന്റെ രഹസ്യമായ കർമ്മങ്ങൾ കൊണ്ടാണെന്ന്. അതുപോലെ അദ്ദേഹം ജിഹാദിന് പങ്കെടുക്കുമായിരുന്നു, അന്ന് കാലത്ത് ഉണ്ടാവുന്ന ജിഹാദ്. അപ്പോ അദ്ദേഹം മുഖം മറച്ചുകൊണ്ടും മുഖത്ത് ആളെ മനസ്സിലാക്കാതിരിക്കാൻ ചില അടയാളങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം അറിയപ്പെട്ട ആലിമാണ്. അപ്പൊ ആളുകൾക്കിടയിൽ അത് ആരാ യുദ്ധം ചെയ്യുന്നത് അറിയാത്ത രീതിയിൽ അദ്ദേഹം മുൻപന്തിയിൽ നിന്ന് യുദ്ധം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ജാഹിദായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ വ്യക്തിയാണ് അബ്ദുല്ലാഹ് ബിൻ മുബാറക്. അദ്ദേഹത്തിന്റെ ചില ബൈത്തുകൾ ഇവിടെ കൊടുക്കുകയാണ് അജുരി റഹിമഹുല്ലാഹ്. قد حملوا الليل أبدانا مذللة وأنفسا لا دنيات ولا دون وراوه بين أقدام لهم صبر وأوجه غفروا منها العرانين يتلون في محكم القرآن أمنته وتارة سجدا لله يبكون تمري قوارع في القرآن أعينهم مرئ المرائي أكف المستددين. അഥവാ ഇവിടെ പറയുന്നത് ഖദ് ഹമലുൽ ലൈല അബ്ദാന മുദല്ലല വഅൻഫുസനാ ലാ ദനിയാതിൻ വലാ ദൂൻ. ചില ആളുകൾ അവർ രാത്രിയിൽ അവർ ഉറക്കം ഒഴിച്ചിട്ട് അവരെ പരിശ്രമിക്കുകയാണ്. എന്നാൽ അവർ നിന്ദിരായിക്കൊണ്ട് ഒരു വില കുറഞ്ഞുകൊണ്ടൊന്നല്ല, അവരെന്തുകൊണ്ടാണ് രാത്രി നിൽക്കുന്നത്? വറാവഹു ബൈന ഖദാമി ലഹും സുബ്റുൻ, അവരവരുടെ കാലുകളായിക്കൊണ്ട് അതായത് നിന്നുകൊണ്ട് അവർ റാഹത്ത് അനുഭവിക്കുകയാണ്. നിന്നുകൊണ്ട് അവർ റാഹത്ത് അനുഭവിക്കുകയാണ്, അഥവാ നിന്ന് നിസ്കരിച്ചുകൊണ്ട്. ലഹും സുബ്റുൻ, അവർ അങ്ങേയറ്റം ക്ഷമയുള്ള ആളുകളായിട്ട് നിന്ന് നിസ്കരിച്ചുകൊണ്ട്. വഔജുഹിൻ അഫറു മിൻഹൽ അറാനീൻ, അവരുടെ മുഖം അത് നിലത്ത് കുത്തിവെച്ച അവസ്ഥയിൽ, അവരുടെ മൂക്കും നിലത്ത് കുത്തിവെച്ച അവസ്ഥയിൽ സുജൂദിലായിക്കൊണ്ട് അവർ രാത്രി ചെലവഴിക്കുന്നു. യത്ലൂന ഫീ മുഹ്കമിൽ ഖുർആനി ഉംനതഹു, അവർ ഖുർആനിന്റെ ആ ധാരാളം ഭാഗങ്ങൾ അവർ പാരായണം ചെയ്തുകൊണ്ട്. വതാറതൻ സുജ്ജദൻ ലില്ലാഹി യബ്കൂൻ, ചിലപ്പോഴൊക്കെ സുജൂദിലായിക്കൊണ്ട് കരഞ്ഞുകൊണ്ടും.
തുംരി ഖവാരിഅ ഫിൽ ഖുർആനി അഅ്യുനുഹും, ഖുർആനിലുള്ള അറിയിപ്പുകൾ, നാളെ പരലോകത്തെക്കുറിച്ചുള്ളതും അതുപോലെ പല കാര്യങ്ങൾ അറിയിപ്പുകൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിക്കുന്നു. മറിയൽ മറായി അകുഫൽ മുസ്തദിദീൻ, ഒരു അകിടിൽ നിന്ന് പാല് കറക്കുന്ന ഒരാൾ പാല് കറക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അതുപോലെ അവരുടെ കണ്ണീര് അവർ കരയുന്നു എന്ന് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ബൈത്തിൽ വഖാല ഇബ്നു മുബാറക് അയ്വൻ ഇദാ മല്ലൈലു അദ്ലമ കാബദു ഫയുസ്ഫിറു അൻഹും വഹും റുകൂഉൻ അതാറ الخوف نومهم فقاموا واهل الامن في الدنيا هجوع ഇദാ മല്ലൈലു അദ്ലമ കാബദു, രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ അവർ ഉറക്കമൊഴിച്ച് നിൽക്കുന്ന ആളുകളാവും. ഫയുസ്ഫിറു അൻഹും വഹും റുകൂഉൻ, അവർ റുകൂഇലായിക്കൊണ്ട് അല്ലെങ്കിൽ സുജൂദിലും ഇബാദത്തിലായിക്കൊണ്ട് അല്ലാഹുവിലേക്ക് നീങ്ങും. അതാറൽ ഖൗഫു നൗമഹും ഫഖാമു, നരകത്തിനെ കുറിച്ചുള്ള ഭയം അവരുടെ ഉറക്കത്തെ ഇല്ലാതാക്കി, പരലോകത്തെ കുറിച്ചുള്ള ഭയം അവരുടെ ഉറക്കത്തെ ഇല്ലാതാക്കി അവർ എഴുന്നേറ്റ് നിന്നു. വഹ്ലുൽ അംനി ഫിദ് ദുനിയ ഹുജൂഉ, ദുനിയാവിൽ പരലോകത്തെ കുറിച്ച് പേടിയില്ലാത്ത നിർഭയരായി ജീവിക്കുന്ന ആളുകൾ അവരതാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്ന് ചിന്തയോ ഭയമില്ലാതെ നിർഭയരായി ജീവിക്കുന്ന ആളുകൾ അതാ രാത്രിയിൽ ഉറങ്ങുന്നു. എന്നാൽ നാളെ പരലോകത്തെ കുറിച്ച് ഭയമുള്ളവർ അവർ നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നു. ഈ ബൈത്തിന്റെ സനദ് കൊടുക്കുന്നുണ്ട്. ഹദ്ദസനാ ബിഹാദ അബൂ മുഹമ്മദ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അത്തയാലിസി ഖാല സമീഅതു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഷഖീഖ് ഖാല സമീഅതു അബി യഖൂൽ ഖാല അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് വദക്കറ ഹാദിഹിൽ അബയാത്ത്. ഈ ബൈത്തുകളുടെ സനദാണ്. അപ്പോൾ സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞത് നമ്മുടെ രാത്രിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, കാരണം നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കിപ്പോൾ ഒരു 30, 40, 50 എത്ര പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തില്ല, രാത്രി നിസ്കരിക്കാനുള്ള കഴിഞ്ഞു പോയ, ഇപ്പോൾ ഒരു 50 വയസ്സായ ഒരാൾക്ക് 30 വയസ്സിൽ രാത്രി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ 30 വയസ്സുള്ള ഒരാൾക്ക് ഇന്നത് പറ്റും. ഇനി 60 വയസ്സുള്ള ഒരാൾക്ക് 50 വയസ്സിൽ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നിങ്ങൾ 50 വയസ്സാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പറ്റും. കാരണം ദുനിയാവിൽ സമയം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കില്ല. ദുനിയാവിലേ ഇത് ഉണ്ടാവുള്ളൂ. ഇതിലുള്ള അവസരം ദുനിയാവിലേ ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിന് വേണ്ടി ഒരു ഇച്ഛ ഒഴിവാക്കി, നമ്മുടെ ഒരു ഇഷ്ടം ഒഴിവാക്കി കഴിഞ്ഞാൽ വല്ലാഹി അള്ളാഹു അതിനേക്കാൾ വലുത് നിങ്ങൾക്ക് പകരം നൽകും. അള്ളാഹുവിന് വേണ്ടി എന്തൊരു കാര്യം ഒഴിവാക്കിയാൽ മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വദഹു അല്ലാഹു ഖൈറൻ മിൻ, അള്ളാഹു അതിനേക്കാൾ ഖൈറായത് പകരം നൽകും. അപ്പൊ രാത്രിയിൽ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന ഉറക്കം ഒന്ന് മാറ്റി നിന്ന് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ ഫലം നമ്മുടെ ദീനിൽ കാണും, നമ്മുടെ ഈമാനിൽ കാണും, നമ്മുടെ ഇൽമിൽ കാണും, നമ്മുടെ അമലിൽ കാണും, നമ്മുടെ സ്വഭാവത്തിൽ കാണും, ജീവിതത്തിൽ എല്ലാ മേഖലയിലും അതിന്റെ ബറക്കത്ത് കാണും. ഈ സലഫുകളെ പോലെ നമുക്കറിയാം, അൽഹംദുലില്ലാഹ്, സലഫുകളുടെ അഖീദ, മൻഹജ് ഇതെല്ലാം പിൻപറ്റാൻ തൗഫീഖ് ലഭിച്ച, അതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ട ആളുകളാണ്. വല്ലാഹി സലഫുകളുടെ സുലൂക്ക് നോക്കിയാൽ, അവരുടെ ഇബാദത്തുകൾ നോക്കിയാൽ രാത്രി നിസ്കാരത്തിന് പ്രത്യേകം ഒരു സ്ഥാനം അവർ കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകം ഒരു സ്ഥാനം അവർ കൊടുത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് റിസാലയിൽ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. രാത്രി നിസ്കാരം പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത ബാബുകളിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വായിക്കാനും അതുപോലെ തന്നെ രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി എത്രയാണോ ഒരാൾക്ക് സാധിക്കുക, വളരെ ചെറുതാണെങ്കിൽ അത്ര അള്ളാഹുവിന് വേണ്ടി ഇന്ന് നിസ്കരിക്കുന്ന, അള്ളാഹു ഈ വിശേഷണങ്ങൾ പറഞ്ഞ ഖുർആനിലും ഹദീസിലുമായിട്ട് വന്നിട്ടുള്ള ഈ വിശേഷണങ്ങളുള്ള അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.